നമ്മള് വലിയ അത്ഭുതങ്ങളൊക്കെ കാണിക്കണ ആളല്ലേ. എന്നെ ഒന്ന് അങ്ങോട്ട് വിളിപ്പിച്ചൂടെ ആ അമ്പലനടയിലേക്ക്? അതെ, അങ്ങനെ 2-2.5 കൊല്ലത്തിന് ശേഷം ഭഗവാൻ അമ്പലനടയിലേക്ക് വിളിച്ചിരിക്കും. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നിട്ടും അതെല്ലാം താണ്ടി ഭഗവാനെ കാണാൻ കഴിയുന്നതിലും വലിയ പുണ്യം വേറെ ഒന്നുമില്ല. ഭഗവാനെ കണ്ടു കഴിഞ്ഞ് പ്രസാദമെല്ലാം മേടിച്ച് ഞങ്ങൾ ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വേറെ ഒന്നിനുമല്ല, നമ്മുടെ റീൽസിലെല്ലാം കണ്ടിട്ടുള്ള ഒരു കടയുണ്ടല്ലോ ഗുരുവായൂർ, പ്രിയങ്ക സ്റ്റോർ, അവിടെ ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആദ്യം സ്ഥലം അറിയാത്തതുകൊണ്ടൊന്ന് കുറച്ച് വട്ടം കറങ്ങിയെങ്കിലും പിന്നെ കണ്ടു കിട്ടി. നമ്മൾ പെൺകുട്ടികൾക്ക് വേണ്ട ഒരുവിധം കളക്ഷൻസ് അവിടെ ഉണ്ട്. ഏതെടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് എല്ലാവർക്കും ഉണ്ടാവുക. അത്രയും ഐറ്റംസ് ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഞങ്ങൾ മേടിച്ചു. പിന്നെ ഒരു കടയിൽ കണ്ടതാണ് ഇതുപോലെ ഒരുപാട് നല്ല ഫ്രെയിംസ്, നല്ല നല്ല ഫോട്ടോസ് കാണാൻ തന്നെ ഭയങ്കര നമുക്കൊരു ഗുഡ് ഫീലിംഗ് അതിലുണ്ട്. പിന്നെയും കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം നോക്കി നടന്ന് കണ്ട് കുറച്ച് മേടിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഭഗവാനെ കണ്ട സംതൃപ്തിയിൽ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.